എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ആദ്യം കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നോക്കാം തലക്കെട്ട്. സംസ്ഥാനത്ത് പുതിയ ടെസ്റ്റിംഗ് രീതി നടപ്പാക്കാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനം. 6 ജില്ലകളിൽ RT-PCR പരിശോധന മാത്രം നടത്തും. സംസ്ഥാനത്ത് ഇന്ന് 30,203 പുതിയ രോഗികളും 115 മരണവും. TPR 18.86%. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ ആസൂത്രിത നീക്കമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാക്സിനേഷൻ വേഗത്തിന്റെ പേരിൽ തിരുവല്ലയിലെ നഴ്സിനെ അധിക്ഷേപിച്ചതിൽ വിമർശനം. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തിക്കൊണ്ട് കോവിഡ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വീണ്ടും 30,000 കടന്നിരിക്കുകയാണ്. 30,203 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ച സാമ്പിൾ സൈസ് കൂടി നമുക്കൊന്ന് നോക്കാം. 1,60,152. 18.86 TPR. 4 ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 3,000 കടന്നു. കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ പുതിയ ടെസ്റ്റിംഗ് രീതി നടപ്പാക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. 6 ജില്ലകളിൽ RT-PCR പരിശോധന മാത്രം നടത്താനാണ് തീരുമാനം. വിനിത വിജി നമുക്കൊപ്പം എത്തുന്നു ന്യൂസ് നൈറ്റിൽ തിരുവനന്തപുരത്ത് നിന്നും. വിനിത, ഗുഡ് ഈവനിംഗ്. അവലോകന യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ സമീപകാല സാഹചര്യങ്ങൾ കൂടി കൃത്യമായി വിലയിരുത്തിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ഗുഡ് ഈവനിംഗ് സുജയ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധനാ രീതിയിലടക്കം പുതിയൊരു മാറ്റം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രകാരം സംസ്ഥാനത്തെ 6 ജില്ലകളിൽ RT-PCR പരിശോധന മാത്രം നടത്തിയാൽ മതിയെന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. 80% വാക്സിൻ എടുത്ത 3 ജില്ലകളിലും ഒപ്പം തന്നെ 80%-നടുത്ത് വാക്സിൻ എടുത്ത 3 ജില്ലകളിലുമാണ് ഈ RT-PCR പരിശോധന നടത്തുക. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, വയനാട് എന്നിങ്ങനെ ജില്ലകളിലാണ് RT-PCR പരിശോധന നടത്താൻ തീരുമാനമായിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ RT-PCR പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധനാ ക്രമത്തിലടക്കം ഒരു പുതിയ മാറ്റം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വകഭേദം വന്ന വൈറസ് ഉണ്ട്. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നടക്കം ഈ സാഹചര്യത്തിൽ ആളുകൾ കേരളത്തിലേക്ക് എത്താനിടയുണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് അടക്കം പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ കോവിഡ് കണക്കുകൾ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. ഇന്ന് 30,000-ന് മുകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം. 30,203 പേർക്ക് ഇന്ന് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18%-ന് മുകളിലേക്ക് എത്തി നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. നിലവിൽ സംസ്ഥാനം മുന്നോട്ട് പോകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ മതിയോ അതോ ഏതെങ്കിലും രീതിയിൽ മാറ്റം കൊണ്ടുവരണോ അടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ യോഗത്തിൽ ചർച്ചയായേക്കും. വിദഗ്ധ ഡോക്ടർമാർ, വൈറോളജി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, താങ്ക് യു വിനിത വിജി ഫോർ ദ അപ്ഡേറ്റ്സ്. വിനിതയാണ് ഇന്നത്തെ അവലോകന യോഗത്തിലെ തീരുമാനങ്ങളും കോവിഡ് കണക്കും വിശദമാക്കിയത്. വാക്സിൻ വിതരണം വേഗത്തിലാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. സെപ്റ്റംബർ 10-നകം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 1ാം ഡോസ് ഉറപ്പാക്കാനാണ് ശ്രമം. ഓണത്തിന് ശേഷമുള്ള കോവിഡ് തോത് പ്രതീക്ഷിച്ചത്ര ഉയർന്നിട്ടില്ല. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നും ആരോഗ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചു. സെപ്റ്റംബർ മാസം 10-നകം 100% 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 1ാം ഡോസ് വാക്സിൻ നൽകണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അത് വാക്സിൻ അവൈലബിലിറ്റിയെ കൂടി ആശ്രയിച്ചിരിക്കും. കേന്ദ്ര സർക്കാരിനോട് നമ്മൾ അഭ്യർത്ഥിച്ചപ്പോൾ കേരളം ആവശ്യപ്പെട്ട 1,11,00,000 ഡോസ് വാക്സിൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 30-നകം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും സീനിയർ സിറ്റിസൺസിനെയും നമ്മുടെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ വാക്സിനേറ്റഡ് അല്ല, അതുകൊണ്ട് അവരെ കൊച്ചു കുഞ്ഞുങ്ങളെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് നിശ്ചയമായിട്ടും ഒഴിവാക്കണം. സ്വയം പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രതിരോധം. ചെങ്ങന്നൂരിൽ 7.5 മണിക്കൂറിനിടെ 893 പേർക്ക് വാക്സിൻ നൽകിയ നഴ്സിനെ ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചതും ആദരിച്ചതുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്തായാലും ആ ഒരു നടപടിക്ക് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. മാരത്തൺ വാക്സിൻ വിതരണം അശാസ്ത്രീയമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിമർശിക്കുന്നത്. വിവാദം വേദനിപ്പിച്ചെന്നും ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു വാക്സിൻ വിതരണമെന്നുമാണ് നഴ്സ് പുഷ്പലതയുടെ പ്രതികരണം. ഈ മാസം 15-നാണ് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പുഷ്പലത വിശ്രമമില്ലാതെ 893 പേർക്ക് വാക്സിൻ നൽകിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ എത്തിയതോടെയാണ് വാക്സിൻ വിതരണം റെക്കോർഡിലേക്ക് നീങ്ങിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നേരിട്ടെത്തി പുഷ്പലതയെയും സഹപ്രവർത്തകരെയും ആദരിച്ചു. എന്നാൽ 450 മിനിറ്റിനുള്ളിൽ 893 പേർക്ക് എങ്ങനെയാണ് വാക്സിൻ നൽകാൻ കഴിയുകയെന്ന വിമർശനം ആരോഗ്യ വിദഗ്ധർ തന്നെ ഉന്നയിച്ചു. വാക്സിൻ വിതരണത്തിൽ കൃത്യമായ മാർഗരേഖ നിലനിൽക്കെ മാരത്തോൺ വാക്സിൻ വിതരണം പ്രോത്സാഹനം അർഹിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു.
എന്നാൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വാക്സിൻ നൽകിയതെന്ന് നഴ്സ് പുഷ്പലതയുടെ വിശദീകരണം. പ്രൈവറ്റിലൊക്കെ പോയി ഇത്രയും പൈസ കൊടുത്ത് വാക്സിൻ എടുക്കാൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വരുന്നത്. അപ്പോൾ അത്രയും വരുന്ന ജനങ്ങളെ നമ്മൾക്ക് നമ്മുടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയം നമ്മൾ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജോലി ചെയ്യുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ 10-12 വർഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്ത് വന്ന ഒരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എഫിഷ്യൻസി, ആ ഒരു സ്കില്ല്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പൂർണ്ണമായ അറിവ് എനിക്കുണ്ട്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന വിമർശനവും ഇവർ ഉന്നയിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഫേസ്ബുക്കിൽ പ്രശംസാക്കുറിപ്പ് പോസ്റ്റ് ചെയ്തതോടെയാണ് വിമർശനങ്ങൾ ഉയർന്നത്. മതിയായ ജീവനക്കാരില്ലാത്തതിനാലാണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതെന്ന വിമർശനവും ഒരു വിഭാഗം ഉന്നയിക്കുന്നു. സജോ ദേവസ്യാം, 24, ആലപ്പുഴ. ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നതാണ് +1 പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. തങ്ങൾ ഇതുവരെ സ്കൂളുകളിലേക്ക് പോകാതെ ഈ ഒരു ഓഫ്ലൈനായി തന്നെ കാര്യങ്ങൾ ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈനായുള്ള പ്രാക്ടിക്കലുകളോ അങ്ങനെയൊന്നും തങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഒരു നടപടിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഡിവൈഡിന്റെ കാര്യത്തിലെ ഹൈക്കോടതി ഇടപെടലും ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചു. നമുക്ക് ആദ്യം നോക്കാം തലക്കെട്ട്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ഹൈക്കോടതി. സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഇല്ലാത്തതിന്റെ പേരിൽ പഠനം നിഷേധിക്കപ്പെടരുത്. സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് വേണമെന്നും ഹൈക്കോടതി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാ ടൈം ടേബിളുകൾ പുതുക്കി. ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തെ അന്തരത്തെക്കുറിച്ച് 24 ഒരുപാട് റിപ്പോർട്ടുകളിലൂടെ തുറന്നു കാട്ടിയതാണ്. പിന്നീട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകാനുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ 300ഓളം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചിട്ടിരിക്കുകയാണ് 24. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടു. കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പഠന സൗകര്യമില്ലാത്തവരുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നും പഠനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും കോടതി ഇന്ന് വ്യക്തമാക്കി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 7 ഹർജികൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഇവ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ. തങ്ങളുടെ മാതാപിതാക്കൾക്ക് സൗകര്യമൊരുക്കാനാകാത്ത സാഹചര്യമായതിനാൽ ഓൺലൈൻ പഠനം മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി 6 വിദ്യാർത്ഥികളും ഓരോ സംഘടനയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ അതേ അവസ്ഥയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങരുതെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നും ചൂണ്ടിക്കാട്ടി. പഠന സൗകര്യങ്ങളില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് തയ്യാറാക്കണം. ഇത് സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം വിഷയത്തിൽ സർക്കാർ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഈ ആഴ്ച വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റി. ജസ്റ്റിസ് വി രാജ വിജയരാഘവന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സർക്കാരിനെയും വിവിധ ജില്ലകളിലെ കളക്ടർമാരെയും കക്ഷികളാക്കിയായിരുന്നു ഹർജി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഹയർ സെക്കൻഡറി 1-ാം വർഷ മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ള ഒരു ആക്ഷേപവും ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചു. DHSE സൈറ്റിലാണ് ഈ ചോദ്യപേപ്പറുകൾ ആദ്യം പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ അതിനും വളരെ മുൻപ് തന്നെ ഒരു സ്വകാര്യ വെബ്സൈറ്റിലേക്ക് ഈ ചോദ്യപേപ്പർ വന്നു. അതാണ് ഇപ്പോൾ പരാതിക്കിടയാക്കിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി 1-ാം വർഷ ബയോളജി, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള മാതൃകാ പരീക്ഷയാണ് ഇന്ന് രാവിലെ നടന്നത്. പരീക്ഷയുടെ 1 മണിക്കൂർ മുൻപ് തന്നെ ചോദ്യപേപ്പർ DHSE സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ രാവിലെ 9:30 തുടങ്ങേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ 9:50 DHSEയുടെ ഔദ്യോഗിക പോർട്ടലിൽ ലഭ്യമായത്. എന്നാൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ ചോദ്യങ്ങൾ മറ്റൊരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഔദ്യോഗിക സംവിധാനത്തിന് പുറത്തുകൂടെ ചോദ്യക്കടലാസ് പ്രചരിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് അധ്യാപകർ. മാതൃകാ പരീക്ഷ എന്ന് പറയുന്നത് പൊതുപരീക്ഷയ്ക്ക് തുല്യം തന്നെയാണ്. അപ്പോൾ അത്രയും ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ആരാണ് ഈ സ്വകാര്യ വാർത്താ പോർട്ടലിന് ചോർത്തി കൊടുത്തത് അത് അന്വേഷിക്കണം.
ഈ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗികമായ പൊതുപരീക്ഷയുടെ മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി വാട്സാപ്പിലൂടെ കൊടുത്ത പിന്നെ സ്വകാര്യ ഏജൻസികൾക്കെതിരെയും അന്വേഷണം നടത്തി ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. DHSCയുടെ പല ഔദ്യോഗിക അറിയിപ്പുകളും ഇത്തരത്തിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരുന്നതിന് മുൻപേ തന്നെ സ്വകാര്യ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 കോഴിക്കോട്. വിദ്യാർത്ഥികളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു പരീക്ഷാ ടൈം ടേബിളുകൾ വന്നപ്പോൾ മുതൽ തങ്ങൾക്ക് ആവശ്യമായ സമയം കിട്ടുന്നില്ല ഈ പരീക്ഷകൾക്കിടയിൽ എന്നുള്ളത്. അതിനൊരു പരിഹാരമായിരിക്കുന്നു ഇന്ന് 1ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ടൈം ടേബിളുകൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. പരീക്ഷകൾ തമ്മിലുള്ള ഇടവേള കൂട്ടി തയ്യാറെടുപ്പിന് കൂടുതൽ സമയം കിട്ടുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണം. സെപ്റ്റംബർ 6-ന് തുടങ്ങി 27-നാണ് പരീക്ഷ അവസാനിക്കുന്നത്. അതായത് ചുരുങ്ങിയത് ഒരു 3 ദിവസത്തെ സമയം കുട്ടികൾക്ക് പഠിക്കുന്നതിനായി ഓരോ പരീക്ഷയ്ക്കും ലഭിക്കുന്ന രീതിയിലാണ് പുനഃക്രമീകരണം. നമുക്ക് കഴിഞ്ഞ ദിവസം വരെ കലാപത്തെക്കുറിച്ചും കലഹത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിനൊപ്പം ചേർത്ത് വെക്കാനുണ്ടായിരുന്നത്. ഏതായാലും പരസ്യമായിട്ടുള്ള ഈ അടി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് വിശദമായി നോക്കാം. അതിനു മുൻപ് തലക്കെട്ട്. കോൺഗ്രസിൽ പരസ്യപ്പോരിന് ശമനം. ഇനി വിവാദങ്ങൾക്കില്ലെന്ന് കെ സുധാകരൻ. പ്രശ്നം പരിഹരിക്കാൻ പാർട്ടിക്കറിയാമെന്ന് VD സതീശൻ. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചോളാം. അതിന് AKG സെന്ററിൽ നിന്നുള്ള ഒരു പ്രത്യേക ഉപദേശവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല. വിമർശനം ആവർത്തിച്ച് ഘടകകക്ഷികൾ. വിടുപ്പലക്കൽ മുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ്. ഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങൾ കൊണ്ടായിരിക്കാം പല ഡേറ്റുകൾ പറഞ്ഞെങ്കിലും ആ ഗൗരവത്തിലെടുത്ത ചർച്ച നടന്നില്ല. ഈ ഒരു സംസ്കാരം, ആ ഒരു രീതിയോട് നമുക്ക് വ്യക്തമായ വിയോജിപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക. തമ്മിലടിയിൽ അതൃപ്തി പരസ്യമാക്കി RSP. ആശങ്കയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ സ്വരമാണ് ഗോപിനാഥിന്റെ പ്രവൃത്തിയിൽ വാക്കിലും നമ്മളിപ്പോൾ കണ്ടത്. കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുന്നവരെ ലക്ഷ്യമിട്ട് CPIM. രണ്ടു ദിവസം നീണ്ടുനിന്ന പരസ്യമായ പോർവിളികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് നിശബ്ദരായിരുന്നു. ഇനിയും വാക്പോരിനില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ നിലപാട്. വിവാദങ്ങൾ അടഞ്ഞ അധ്യായമാണ്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് പറഞ്ഞു. KPCC ഭാരവാഹി നിയമനം ചിട്ടയോടെ പൂർത്തിയാക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. സംഘടനാപരമായ കാര്യങ്ങൾക്ക് പരസ്യമായ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത് ലംഘിക്കുന്നില്ല. മാത്രമല്ല, അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചർച്ചകളും പൂർത്തിയായിട്ടുള്ളതാണ്. തുടർച്ചയായി ഉണ്ടായ 2 പരാജയത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള മിഷനാണ് ഞങ്ങൾക്കുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണല്ലോ ഞങ്ങളായിട്ടുള്ളത്. അതിനൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമാണ്. അത് നിശ്ചയിച്ചിരുന്ന പ്രകാരം, ഷെഡ്യൂൾ ചെയ്ത പ്രകാരം വളരെ ഭംഗിയായിട്ട് അത് മുമ്പോട്ട് പോകും. കൂടുതൽ വിവരങ്ങളുമായി VA ഗിരീഷ് ന്യൂസ് നൈറ്റിനൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് VA ഗിരീഷ്. എല്ലാവരെയും ഒന്ന് പറഞ്ഞൊതുക്കിയിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഓഫർ KPCC ഭാരവാഹി പട്ടികയിൽ അവർ പറയുന്ന ആളുകളെ കൊണ്ടുവരാം എന്നുള്ളതാണോ? അതിലേക്ക് കൃത്യമായ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോഴത്തെ ഈ മൗനത്തിന് പിന്നിൽ? ഗുഡ് ഈവനിംഗ് സുജയ. കഴിഞ്ഞ 2 ദിവസമായി DCC പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ കലാപം അല്പം ശമിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇന്ന് പുറത്തു വരുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ഇനിയൊരു വിവാദ പ്രസ്താവനയ്ക്കില്ല, കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, AI ഗ്രൂപ്പുകളെ തൽക്കാലം കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. ഇത് തന്നെയാണ് ഇന്ന് KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം വ്യക്തമാക്കിയതും. കാരണം ഈ വിവാദങ്ങളെല്ലാം അടഞ്ഞ കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുള്ള അതൃപ്തി സംബന്ധിച്ച് ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ച നടത്തും. സംസ്ഥാന നേതൃത്വമല്ല, ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇവരുമായി സംസാരിക്കും, ഇവരുമായി ചർച്ച നടത്തും, ഇവരുടെ പരാതികൾ പരിഹരിക്കും എന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം, KPCC നേതൃത്വം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇനി വരാനിരിക്കുന്ന ഇപ്പോൾ DCC പ്രസിഡന്റ് നിയമനം മാത്രമേ ആയിട്ടുള്ളൂ. DCCയുടെ പുനഃസംഘടനയുണ്ട്, മറ്റേ KPCCയുടെ പുനഃസംഘടനയുണ്ട്. ഇതെല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ AI ഗ്രൂപ്പുകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകും എന്ന ഒരു
ഉറപ്പ് ഇവർ പരോക്ഷമായി നൽകുന്നുണ്ട്. ഹൈക്കമാൻഡും ഏകദേശം ഇതേ നിലപാടിനോട് യോജിക്കുന്നു. പക്ഷേ അപ്പോഴും മുതിർന്ന നേതാക്കളായ വി ഡി സതീശനും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും എല്ലാം പറയുന്നത് സംസ്ഥാനത്ത് ഇനി കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പ് ഉണ്ടാകില്ല. പാർട്ടി ഒന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ. ഈ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ബാക്കിയുള്ള ഭാരവാഹികളുടെ നിയമനവും നടക്കുക എന്നുള്ളതാണ്. ഏതായാലും AI ഗ്രൂപ്പുകൾ ഇന്ന് ഒരു സമാധാനപരമായ ഒരു ദിവസമായിരുന്നു അവർക്ക്. അവരും ഇന്ന് പരസ്യ പ്രസ്താവനകൾക്ക് മുതിർന്നിട്ടില്ല. എന്നാൽ ഇത് ഒരു ശമനം അല്ലെങ്കിൽ കലാപം ശമിക്കുന്നു എന്നതിൻ്റെ ഒരു പൂർണ്ണ ലക്ഷണമായി നമുക്കത് കാണാനും കഴിയില്ല. കാരണം നേതൃത്വം ഇനി എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും AI ഗ്രൂപ്പുകളുടെ തുടർ നീക്കങ്ങൾ. അതിൽ തന്നെ ഇപ്പോൾ തന്നെ അവർ അതിനകത്തൊരു പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞു. കാരണം KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ച PS പ്രശാന്തിനെ, നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്തിനെ ഉടൻ തന്നെ പുറത്താക്കുന്നു. എന്നാൽ അതേ രീതിയിൽ തന്നെ AICC ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. മാത്രമല്ല ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടും നടപടി എടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള അതൃപ്തിയും അസംതൃപ്തിയുമെല്ലാം ഈ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തുന്ന ചർച്ചകൾ തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സുജയ, തീർച്ചയായും വി ഗിരീഷ് പറഞ്ഞൊതുക്കി, പക്ഷേ പരിഹരിച്ചില്ലെങ്കിൽ പണിയാകുമെന്നുള്ള അവസ്ഥ അത് തിരിച്ചറിയുന്നുമുണ്ട് ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളും നേതൃത്വവും ഒക്കെ. വി ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്. കോൺഗ്രസിലെ ഈ പരസ്യ കലഹം അത് UDF-ലും അതൃപ്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഘടകകക്ഷികൾ ആ അതൃപ്തി തുറന്നു പറയുന്നുമുണ്ട്. കോൺഗ്രസിൽ ഇങ്ങനെ വിഴുപ്പലക്കിക്കൊണ്ടിരുന്നാൽ അത് മുന്നണിക്ക് ദോഷം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തിയത്. നേതൃയോഗം ബഹിഷ്കരിക്കുന്നതടക്കം കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാനാണ് RSPയുടെ തീരുമാനം. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അനുനയ നീക്കങ്ങളുമായി ഘടകകക്ഷികളുടെ പിന്നാലെയുണ്ട്. കോൺഗ്രസിലെ കലഹം കെട്ടടങ്ങുന്നതിന് മുന്നെയാണ് ഘടകകക്ഷികളും അതൃപ്തി പരസ്യമാക്കിയത്. കോൺഗ്രസിന്റെ പരസ്യ വിഴുപ്പലക്കലിലാണ് മുസ്ലിം ലീഗിന് നീരസം. പരസ്യ വിഴുപ്പലക്കൽ അത് ശരിയല്ല. അത് ലീഗിന് എന്നല്ല, അത് മുന്നണി സംവിധാനത്തിൽ തന്നെ അത് കോട്ടം തട്ടി. ഏത് പ്രസ്ഥാനവും ഐക്യത്തോടെ പോവുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു നല്ല മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉന്നയിച്ച പരാതികൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതിലുള്ള അമർഷം RSP ഇന്നും പ്രകടിപ്പിച്ചു. കോൺഗ്രസിന്റെ തമ്മിലടിയിലും RSP അതൃപ്തിയിലാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ കൊണ്ടായിരിക്കാം പല ഡേറ്റുകൾ പറഞ്ഞെങ്കിലും ആ ഗൗരവത്തിലെടുത്ത ചർച്ച നടന്നില്ല. പിന്നെ ഈ ഒരു സംസ്കാരം, ആ ഒരു രീതിയോട് നമുക്ക് വ്യക്തമായ വിയോജിപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക, ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ പരസ്പരം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനൊരു സമീപനം എടുത്തത്. ആ നിലയിലേക്ക് തിരിച്ചുള്ള പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്ത പക്ഷം പാർട്ടിയുടേതായിട്ട് നിലപാടെടുക്കും. RSP നിലപാട് കടുപ്പിച്ചതോടെ പ്രശ്നപരിഹാര ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഊർജിതമാക്കി. RSPയുടെ അസംതൃപ്തി പരിഹരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അവരോട് ഞങ്ങൾ സംസാരിച്ച് അതെല്ലാം പരിഹരിക്കത്തുള്ളൂ. ആ മീറ്റിംഗ് നടത്തും, അതിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു റൗണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ സംസാരിച്ചത് അത് ബൈലാറ്ററലായിട്ടുള്ള ഉഭയകക്ഷി കാര്യങ്ങളാണ്. അത് എല്ലാ ഘടകകക്ഷികളായിട്ടും അങ്ങനെ ഞങ്ങൾ ഉഭയകക്ഷി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള KPCC അന്വേഷണ സമിതി റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതൃപ്തരാണ്. എന്നാൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുന്നണിയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്ന വിലയിരുത്തലിലാണ് ഘടകകക്ഷികൾ ഒന്നടങ്കം. 24 തിരുവനന്തപുരം. 20 വർഷത്തെ അധിനിവേശം, അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ നീക്കങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് അമേരിക്കയുടെ അവസാന സൈനികരും തിരികെ പോയിരിക്കുകയാണ്. 20 വർഷം കൊണ്ട് അമേരിക്ക എന്ത് നേടി എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഉദ്ദേശിച്ച ലക്ഷ്യം അവിടെ നിറവേറ്റിയോ? അങ്ങനെയെങ്കിൽ ഒസാമ ബിൻ ലാദനെ വധിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് നിറവേറ്റിയപ്പോൾ മടങ്ങിക്കൂടായിരുന്നു. വീണ്ടും എന്തിന് 10 വർഷം തുടർന്നു? 10 വർഷത്തിനിടയിൽ എന്താണ് അവിടെ കാര്യമായ കാതലായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇന്നത്തെ ദിനം ദോഹയിൽ നടന്ന ചർച്ചയിൽ. അതോടൊപ്പം തന്നെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സുരക്ഷ അത് താലിബാൻ ഉറപ്പാക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ പിന്മാറ്റം പൂർണ്ണമാകുമ്പോൾ ഇന്ന് അഫ്ഗാൻ കണ്ട കാഴ്ചകൾ എന്തൊക്കെയെന്ന വിശദമായി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് ഇനിയുള്ള മിനിറ്റുകളിൽ. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. താലിബാൻ നേതൃത്വവുമായി ചർച്ച നടത്തി ഇന്ത്യ. അഫ്ഗാനിൽ കുടുങ്ങിയ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് താലിബാനോട് നിർദ്ദേശം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇന്ത്യ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റം പൂർണ്ണം. സമ്പൂർണ്ണ പിന്മാറ്റം 20 വർഷത്തിന് ശേഷം. അന്താരാഷ്ട്ര വാർത്തകൾ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. PP ജെയിംസ് എത്തുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ന്യൂസ് നൈറ്റിനൊപ്പം. ഗുഡ് ഈവനിംഗ് PP ജെയിംസ്. ഗുഡ് ഈവനിംഗ് സുജിയ. ഹായ്. അമേരിക്കൻ സൈനികരിലെ അവസാനത്തെ ലാപ്പും
അമേരിക്കയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ജോ ബൈഡന്റെ ഒരു അഡ്രസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 12:15 24 ഇത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, വിവരങ്ങൾ എത്തിക്കാൻ നമ്മുടെ മധു കൊട്ടാരക്കര തയ്യാറെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക മടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പടക്കോപ്പുകൾ, യുദ്ധവിമാനങ്ങൾ, സാധാരണ വിമാനങ്ങൾ എല്ലാം നശിപ്പിച്ച് താലിബാന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് അമേരിക്കയുടെ മടക്കം. അതിനുശേഷമുള്ള താലിബാന്റെ നീക്കങ്ങൾ, ഒപ്പം ഇന്ത്യ ഇന്ന് ദോഹയിൽ കൈക്കൊണ്ട നിലപാട്, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിനം എങ്ങനെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ വാർത്തകളിൽ? യഥാർത്ഥത്തിൽ സുജയ, അഫ്ഗാനിസ്ഥാനിൽ ഒരു തരം അൺസർട്ടനിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഒരു തരത്തിൽ ഒരു തരം കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ, അരക്ഷിതാവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ വലിയൊരു മൂടെന്ന് പറയുന്നത് താലിബാൻ വലിയ വിജയാഘോഷത്തിലാണ്. ഏറ്റവും വലിയ ആഘോഷം നടന്നത് കാണ്ഡഹാറിലാണ്. ഒരുപക്ഷെ താലിബാൻ ജനിച്ചു വീണ മണ്ണ്, അല്ലെങ്കിൽ അവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കാണ്ഡഹാറാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഓർമ്മകളുള്ള സ്ഥലം കൂടിയാണ്. കാരണം ഇന്ത്യയുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി വലിയ തീവ്രവാദിയെ, ആ പാകിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള മസൂദിനെ മോചിപ്പിച്ചു കൊണ്ടുപോയത് കാണ്ഡഹാറിലാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. ഇപ്പോൾ കാബൂളിൽ സുജയ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഞാനതിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിദേശ ചാനലുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ, ഇതൊക്കെ വാഹനങ്ങൾ എല്ലാത്തിൻ്റെയും ഇത് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതിനി ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ താലിബാൻ വിചാരിച്ചിരുന്നത് ഈ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളൊക്കെ തങ്ങൾക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് താലിബാൻ ഇരുന്നത്. അവരെ നിരാശരാക്കിക്കൊണ്ട് എല്ലാം ഡിസേബിൾ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ച് ആണ് അമേരിക്കൻ സേന പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് തീവ്രവാദികളുടെ കയ്യിൽ ചെന്നെത്തുമോ അടക്കമുള്ള പേടിയുണ്ട്. എന്നാൽ ഇപ്പോഴും 4 കോടിയിൽ താഴെ വരുന്ന അഫ്ഗാൻകാർ അരക്ഷിതാവസ്ഥയിലാണ്. ബാങ്കുകളുടെ മുന്നിൽ നീണ്ട ക്യൂ ആണ്. അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം തുടങ്ങിയിരിക്കുന്നു. 1 കോടിയിലേറെ കുട്ടികൾ പട്ടിണിയിലാവുന്ന യുണിസെഫ് പറഞ്ഞിരിക്കുന്നു. കാരണം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ വലിയ ഒരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയുണ്ട്. അതേസമയമാണ് ഇന്ത്യയുമായി ദോഹയിൽ സുപ്രധാനമായ ചർച്ച താലിബാൻ നേതാക്കൾ നടത്തിയത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് താലിബാൻ അവിടെ അധികാരത്തിൽ വന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് താലിബാന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താലിബാൻ ഇന്ത്യയുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചൈനയും റഷ്യയും പാകിസ്ഥാനൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയും ഇന്ത്യയും ചേർന്നുള്ളൊരു നയമെടുക്കാനാണ് സാധ്യത. അതിൻ്റെ ഇടയ്ക്ക് ഈ ചർച്ചകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അഫ്ഗാനിൻ്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് എന്ത് വില കൊടുത്തും തടയണം. അതുപോലെ തന്നെ അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം താലിബാൻ. ഇങ്ങനെ പല നിബന്ധനകൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും താലിബാൻ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കാമെന്നുള്ള ഇതിലാണ്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ അവർ ഒരു സംഘടനയല്ല, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന നിലയിൽ അവർക്ക് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തായാലും അവർ ഏറ്റവും കൂടുതൽ വികസനത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനെയും ചൈനയുമാണ്. ഈ മണിക്കൂറുകളിൽ വരുന്നൊരു കാര്യം കൂടി സുരിയ, പാകിസ്ഥാൻ്റെ ബോർഡറിൽ ഇപ്പോൾ വിഷ്വൽ കണ്ടറിയാം, അവിടെ മുഴുവൻ ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ അവിടുത്തെ ബോർഡർ തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അവർ കടക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം പേടിയുണ്ട് ഇവർക്കൊക്കെ. ഇപ്പോൾ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ UK കടക്കാൻ ശ്രമിച്ച ഒരു വനിതാ ജഡ്ജ്, അവരുടെ കുടുംബം, അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ സഹോദരനെ പിടിച്ചുകൊണ്ടുപോയി അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം താലിബാൻ പറയുന്നത് പുരുഷന്മാരെ വിധിന്യായം പറയാൻ സ്ത്രീകൾക്ക് അവകാശമില്ല, അവിടെ സ്ത്രീ ജഡ്ജിമാർ പാടില്ല. താലിബാൻ നേരത്തെ നിരവധി സ്ത്രീ ജഡ്ജിമാരെ, വനിതാ ജഡ്ജിമാരെ കൊലപ്പെടുത്തിയിരുന്നു, വനിതാ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ സുജയ ഓർക്കുന്നു, ഇന്നും ഇന്നലെയുമായി രക്ഷപ്പെട്ട ചില വനിതാ പത്രപ്രവർത്തകർ ഒരുപക്ഷെ ഈ മൊത്തം ഇതിൻ്റെ സംഭവങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ടോളോ ന്യൂസിൻ്റെ പത്രപ്രവർത്തക ബെഗസ്ത, അവർ ആദ്യം താലിബാൻ കാബൂൾ പിടിച്ചപ്പോൾ നേരെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തിയ പത്രപ്രവർത്തകയാണ്. അവർ തന്നെ മലാലയെയും ഇൻ്റർവ്യൂ ചെയ്ത് താലിബാനെതിരെ പറഞ്ഞു. അവർക്ക് വധഭീഷണി ഉണ്ടായിരുന്നു. അവർ അവസാന നിമിഷം ഖത്തർ വിമാനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ തരത്തിൽ വനിതകളായിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക്, കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇതാണ്
പി പി ജെയിംസ്, ഈ ചരിത്രത്തിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഈ 2001 9/11 അതിങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി 10 ദിവസത്തിന്റെ അകലമേ ബാക്കിയുള്ളൂ. അത് നമ്മളെ ഒരുപാട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 20 വർഷം പിന്നോട്ടേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ ജോർജ് ഡബ്ല്യു ബുഷ് തുടങ്ങി വെക്കുന്നു, ജോ ബൈഡൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ ആ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിൽ നഷ്ടമായ പലതുമുണ്ട്. ഞാൻ ആമുഖമായി അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ടോപ്പിക് എന്ന് പറയുന്നത് ബൈഡൻ വാർ ക്രൈംസ് എന്നുള്ളതാണ്. ബൈഡൻ ഇത് അവസാനിപ്പിച്ചെങ്കിലും ബൈഡൻ ഇത് അവസാനിപ്പിച്ചത് ഉചിതമായ രീതിയിലാണോ എന്നുള്ളൊരു ചർച്ച വരും ദിവസങ്ങളിലും അമേരിക്കയിൽ തകർക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ 12 സുജി തന്നെ പറഞ്ഞല്ലോ, ഇന്ന് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് ജോ ബൈഡൻ. ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ടാവും. കാരണം ജോ ബൈഡൻ വലിയ തിരിച്ചടി കിട്ടിയ ഒരു പ്രസിഡന്റായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാൻ പ്രശ്നത്തിൽ അവിടെ ചാവേർ ആക്രമണം നടക്കുകയും 200ഓളം പേർ മരിക്കുക, അതിൽ 13 പേര് അമേരിക്കൻ സൈനികരാവുകയും ചെയ്തതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജോ ബൈഡൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വലിയ ആക്രമണത്തെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അതിന് തയ്യാറായി നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഉണ്ട്. ട്രംപാണ് ഇവർക്ക് കരാർ ചെയ്തതെങ്കിലും ട്രംപ് പറയുന്നത് ഞാനായിരുന്നെങ്കിൽ കർശനമായ നിബന്ധനകളോടെ കൊണ്ടുവരുമായിരുന്നു എന്നാണ്. എന്തായാലും ജോ ബൈഡനും അദ്ദേഹത്തിൻ്റെ ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ള ലോയിഡ് ഓസ്റ്റിൻ തുടങ്ങിയിട്ടുള്ള ഡിപ്ലോമാറ്റുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള തകർച്ച, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഇന്റലിജൻസ് തന്നെ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത്ര വേഗത്തിൽ കാബൂൾ പിടിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ എലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം, ഇറാൻ ബന്ദി നാടകത്തിലെ അന്നത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പിന്നീട് ജയിച്ചിട്ടില്ല. ഒറ്റ സംഭവത്തിൽ ബന്ദികളായിട്ട് 74 അമേരിക്കൻ പൗരന്മാരെ വെച്ചിരുന്നു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കോവിഡിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അങ്ങനെ പരാജയപ്പെട്ട പ്രസിഡന്റുമാർ രണ്ടാമത്തെ തവണ ജയിക്കാറില്ല. ജോ ബൈഡന് 2022 മിഡ് ടേം ഇലക്ഷൻ വരുന്നു. 2024 വീണ്ടും തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ജോ ബൈഡന് കാര്യങ്ങൾ എളുപ്പമല്ല. എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള വിമർശനം അവിടെ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം സുജിയ, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2005 ആണ് അവിടെ കൊടുങ്കാറ്റുണ്ടായത്. നമുക്കറിയാം. ആ കൊടുങ്കാറ്റിൻ്റെ ശേഷം ഇപ്പോൾ അവിടെ വീണ്ടും കൊടുങ്കാറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇറാഖ് പ്രശ്നം 2005 നടക്കുന്ന സമയത്ത് തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റ് വലിയൊരു ഇതിനെ നേരിട്ടത്. ഇപ്പോൾ അതാ വീണ്ടും ജോ ബൈഡൻ ഇതേ അവസ്ഥയിലൂടെ, ഒരു ഭാഗത്തെ കൊടുങ്കാറ്റ്, പ്രളയം, ഇവിടെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ വലിയ പരാജയം. ഇത് ചരിത്രത്തിന്റെ ആവർത്തനം പോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു പി പി ജെയിംസ് ഫോർ ദ അപ്ഡേറ്റ്സ്. അന്താരാഷ്ട്ര വാർത്തകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആയതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ വിശദമായി പോയത്. ഇന്ന് 12:15 ഇന്ത്യൻ സമയം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ ദൗത്യം പൂർത്തിയായതിനു ശേഷമുള്ള വിശദമായ ഒരു വാർത്താ സമ്മേളനമായിരിക്കും അതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത്, ഇന്നത്തെ വാർത്തകളിൽ പലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പറയാത്ത പല വാർത്തകളും ബാക്കിയുണ്ട്. എങ്ങനെയായിരിക്കും നാളത്തെ പത്രങ്ങളിലെ വാർത്താ വിന്യാസം എന്ന് സൂചിപ്പിക്കുന്ന ന്യൂസ് നൈറ്റിന്റെ പതിവ് പങ്ക്തിയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ന്യൂസ് നൈറ്റിനൊപ്പം. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ. ഇന്നത്തെ ഒരുപാട് വാർത്തകൾ വന്ന ദിവസമാണ് എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിലെ ദൗത്യം അവസാനിപ്പിച്ച വാർത്തയുടെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു തട്ട് ഉയർന്നതിനെ നിൽക്കാനുള്ള ഒരു സാധ്യതയില്ലേ നാളത്തെ പത്രങ്ങളിൽ? ഗുഡ് ഈവനിംഗ് സുജയ. തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കോവിഡ് പരിശോധനാ രീതിയിൽ മാറ്റമുണ്ട്. 80% വാക്സിനേഷൻ പൂർത്തിയായ ജില്ലകളിൽ ഇനി RT-PCR മാത്രമെന്നുള്ള പരിശോധനാ രീതി അവലംബിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതും നാളെ മലയാള പത്രങ്ങളിൽ നമ്മൾ വാർത്തയായി പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ലീഡ് വാർത്തയായി ഇതെത്താനുള്ള താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് കേരള താല്പര്യം മുൻനിർത്തി. ആ വാർത്ത നമ്മൾ ആ നിലയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പരിശോധനാ രീതി, 6 ജില്ലകളിൽ RT-PCR മാത്രം. ഇന്നത്തെ കോവിഡ് കണക്ക് അത് വീണ്ടും 30,000 കടന്നിരിക്കുന്നു. അതും ചേർത്ത് വെച്ചൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ സുപ്രധാനമായ ഒരു നിരീക്ഷണമുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. ആർക്കും ഓൺലൈൻ പഠനം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ഇത് സർക്കാരിനുള്ള കൃത്യമായ നിർദ്ദേശമാണ്. സർക്കാർ ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമ്മൾ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിലെ കലാപം ഏതാണ്ട് കെട്ടടങ്ങുന്നു എന്ന് പറയാം. KPCC അധ്യക്ഷൻ K സുധാകരനൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവരുടെ ഇന്നത്തെ പ്രതികരണങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കലാപം ഏതാണ്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇന്ന് RSP ഷിബു ബേബി ജോൺ അവരുടെ അതൃപ്തി ഈ വിഷയത്തിൽ പരസ്യമാക്കിയ ദിവസമാണ്. ഈ വിഷയത്തിൽ ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. VHSC +2 ഒന്നാം വർഷ പരീക്ഷാ ടൈം ടേബിൾ പുതുക്കിയിരിക്കുന്നു. പരീക്ഷകൾക്കിടയിലുള്ള ഇടവേള വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ പുതുക്കിയ പരീക്ഷാ ടൈം ടേബിൾ സംബന്ധിച്ച വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ 1-ാം പേജിൽ തന്നെ മലയാള
പത്രങ്ങളിൽ. പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കുറേ ദിവസങ്ങളായി മലയാള പത്രങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നാണ്. സ്പോർട്സ് പേജിന് അപ്പുറത്തേക്ക് ആ വാർത്ത വരുന്നുണ്ട്. നാളെയും ആ സമീപനം തന്നെ പത്രങ്ങൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മാരിയപ്പൻ തങ്കവേലു വെള്ളി സ്വന്തമാക്കിയ വാർത്ത ഒരുപക്ഷെ ഒന്നാം പേജിലേക്ക് വരാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ കാണുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി നടത്തിയ സുപ്രധാനമായ ഒരു പരാമർശമുണ്ട്. സ്വർണ്ണക്കടത്ത് തടയാൻ അധികാരികൾക്ക് കഴിയുന്നില്ല. ദിനംപ്രതി സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് അർജുനായിക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശം. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയെ നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്ന് കരുതാം. താലിബാനുമായുള്ള ഇന്ത്യയുടെ ചർച്ച അഫ്ഗാന്റെ മണ്ണ് ഭീകരവാദത്തിന് ആയി ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്നാണ് ഇന്ത്യ താലിബാനുമായുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയ നിലപാട്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാവും. ഒപ്പം അമേരിക്കയുടെ താലിബാൻ അഫ്ഗാൻ പിന്മാറ്റവും അതും നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. രാജ്യത്ത് റെക്കോർഡ് കോവിഡ് വാക്സിനേഷൻ നടന്ന ദിവസമാണ്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 1.09 കോടി ആളുകൾക്ക് ഇന്ന് മാത്രമായി വാക്സിൻ നൽകിയെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. നോയിഡയിലെ ഇരട്ട കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ് പുറത്തുവന്ന ദിവസമാണ്. ഒരുപക്ഷെ മരട് മോഡൽ എന്നുള്ള നിലയ്ക്ക് ഇതും നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന PS പ്രശാന്ത് പാർട്ടി വിട്ടുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം നാളെ മലയാള പത്രങ്ങളിൽ വാർത്തയായി ഇടം പിടിക്കും. തൃക്കാക്കരയിൽ നഗരസഭാ അധ്യക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം അത് പരിശോധിച്ചപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നതാണ്. അതും ഒരു വാർത്തയായി മാറും. ആറ്റിങ്ങലിലെ പരസ്യ വിചാരണയിൽ IG ഹർഷിത അത്തല്ലൂരി അന്വേഷിക്കുമെന്നുള്ള വാർത്ത പുറത്തുവന്ന ദിവസമാണ്. ആ അച്ഛനും മകളും പരാതി നൽകിയിരുന്നു DGPക്ക്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. അതും ഒരു വാർത്തയായി മാറും. ആൾദൈവം അസാറാം ബാപ്പുവിന്റെ ശിക്ഷ റദ്ദാക്കാൻ കഴിയില്ല, ശിക്ഷ മരവിപ്പിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ ദിവസമാണ്. ഹർജി നൽകിയിരുന്നു. ആ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. അതും ഒരു വാർത്തയായി മാറും. ഒരു വാർത്ത നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നത് അച്ഛനെ കൊന്ന മകൾക്കും കൂട്ടുപ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച വാർത്ത. ഇത് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്ന വാർത്തയാണ്. അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. സുജയ. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഉന്മേഷ് ശിവരാമൻ. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു പയ്യന്നൂരിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ ദുരനുഭവത്തെക്കുറിച്ച്. ഭർതൃഗൃഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ഗാർഹിക പീഡനത്തെ തുടർന്നാണെന്ന പരാതിയുമായി ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പയ്യന്നൂർ കോറോം സ്വദേശി സുനീഷയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. ഭർത്താവും വീട്ടുകാരും മർദ്ദിക്കാറുണ്ടെന്ന് പറഞ്ഞ സുനീഷ സഹോദരനോട് സംസാരിച്ച ഫോൺ റെക്കോർഡും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോറോം സ്വദേശിയായ സുനീഷ ഭർത്താവ് വിജീഷിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. സുനീഷയുടെ മരണത്തിലേക്ക് നയിച്ചത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട സുനീഷ സഹോദരനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ശബ്ദരേഖയും തെളിവായി പുറത്തു വന്നു. റോട്ടിലേക്ക് വന്നാൽ മതി. അജമാനെ എല്ലാവരും കൂട്ടിക്കോ. ഞാൻ വരാൻ തയ്യാറാണ്. ഇവന്റെ അമ്മയും കഴിഞ്ഞ എല്ലാവരും കൂട്ടിയിട്ടാണ് ഇവര് തടിച്ചത്. ഞാൻ വരാൻ തയ്യാറാണ്. എന്നെ കൂട്ടാൻ കഴിയുമെന്ന് നിൽക്കുമ്പോ എനിക്ക് ഈ ഒരു രാത്രി ഞാൻ എന്റെ ജീവനോട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഇന്ന് വാങ്ങിക്കുമ്പോ. ഈ മാസം 5-ന് സുനീഷയുടെ അമ്മ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് 6-ാം തീയതി പോലീസ് ഇരുവീട്ടുകാരെയും വിളിച്ചു വരുത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി മടക്കി അയച്ചു. പിന്നീടാണ് ആത്മഹത്യ. എന്നാൽ സംഭവത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. പരാതി കൊടുത്തിട്ട് ഇന്നിപ്പോ ഈ സമയം വരെ ആയിട്ടും പോലീസുകാരോട് എത്തിയിട്ട. പിന്നെ ഓൻ പറയും നിങ്ങൾ പോലീസെല്ലാം പട്ടാളം വന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ആക്കാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സുനിഷയുടേത് ആത്മഹത്യയാണെന്നും ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്നുമാണ് പോലീസ് പറയുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പയ്യന്നൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. 1.5 വർഷം മുൻപായിരുന്നു സുനീഷയുടെയും വിജീഷിന്റെയും പ്രണയവിവാഹം. 24 കണ്ണൂർ. തിരുവനന്തപുരം നെടുമങ്ങാട്ട് സുഹൃത്ത് കുത്തിപ്പരിക്കേൽപ്പിച്ച യുവതി മരിച്ചു. വാണ്ട സ്വദേശി സൂര്യഗായത്രിയാണ് മരിച്ചത്. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഉഴപ്പക്കോണത്തെ വീട്ടിലെത്തി സൂര്യഗായത്രിയെ അരുൺ ആക്രമിച്ചത്. സൂര്യഗായത്രിയുടെ തല ഭിത്തിയിലിടിക്കുകയും 15ലധികം തവണ കുത്തുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ ആഴത്തിൽ കുത്തേറ്റതാണ് മരണകാരണമായത്. വാടകയ്ക്ക് അടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുമ്പോഴാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. അരുൺ സൂര്യഗായത്രിയുടെ വീട്ടിലെത്തി വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാൽ വിവാഹം നടന്നില്ല. യുവതിയെ ശല്യപ്പെടുത്തുന്നത് തുടർന്നതോടെ വീട്ടുകാർ 4 വർഷം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ എൻ്റെ മുകളിൽ മാലയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, മൊബൈൽ കൊണ്ടുവരില്ലായിരുന്നു. ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവന് പറഞ്ഞു വിലക്ക് ഇനി മേലിൽ ശല്യം ഉണ്ടാക്കരുത്,
എന്ന് പറഞ്ഞു വിളിക്കായിരുന്നു. ഇന്ന് വരെ 4 വർഷമായിട്ട് ഒരു ശല്യമില്ലായിരുന്നു. എന്നാണ് അവൻ ആദ്യമായിട്ട് ഇവിടെ വീട്ടിൽ വരുന്നത്. പൊതുസ്ഥലങ്ങളിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതും നാട്ടിൽ മോശക്കാരനാക്കിയതിലുമുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അരുണിന്റെ മൊഴി. പ്രകോപനത്തിന്റെ യഥാർത്ഥ കാരണമറിയാൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിലപാട്. 24 തിരുവനന്തപുരം.